നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് റാൻഡമൈസേഷൻ അപ്രോച്ചിന്റെ സെക്കൻഡ് പ്രോബ്ലം ആയിട്ടുള്ള ഹാറ്റ് പ്രോബ്ലം ആണ്. എന്താണ് ഹാറ്റ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ n പീപ്പിൾ ആൾക്കാർ ഒരു പാർട്ടിക്ക് പോവുകയാണ്. ഉദാഹരണമായിട്ട് 10 പേര് ഒരു പാർട്ടിക്ക് പോവുകയാണ്. അവരെന്ത് ചെയ്യുന്നു? ഈ ഹാറ്റുകൾ എവിടെ വെക്കുന്നു? ആ ഒരു ഹാറ്റ് ചെക്ക് പേഴ്സണിലെ ഏൽപ്പിക്കുന്നു. പാർട്ടി കഴിയുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഹാറ്റ് ചെക്ക് പേഴ്സൺ ആയിരിക്കും ഡ്യൂട്ടിയിൽ ഉണ്ടാവുക. അയാൾ ആ പേഴ്സണിന് അവരുടെ ഹാറ്റ് റിട്ടേൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് അറിയാൻ മേലാത്തത് കൊണ്ട് നമുക്ക് ചിലർക്ക് കറക്റ്റായിട്ടായിരിക്കും ഹാറ്റ് കിട്ടുക, ചിലർക്ക് തെറ്റായിട്ടായിരിക്കും ഹാറ്റ് കിട്ടുന്നത്. നമ്മളുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്താ നമുക്ക് എത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേർക്ക് അവരുടെ കറക്റ്റായിട്ടുള്ള ഹാറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അത് നമുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ വേണ്ടുന്ന ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. നമുക്ക് ഇത് അൽഗോരിതമിക്കലി ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ ഉദാഹരണമായിട്ട് 5 ആൾക്കാർ പാർട്ടിക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം അയാൾ ഹാറ്റ് ഒന്നാമത്തെ ആൾ അയാളുടെ ഹാറ്റ് കൊടുക്കുന്നു, രണ്ടാമത്തെ ആൾ അയാളുടെ ഹാറ്റ് കൊടുക്കുന്നു. അപ്പം നമ്മൾ ആ ലിസ്റ്റ് ഓഫ് ഹാറ്റ്സ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഒന്നാമത്തെ ആൾ ഒരു ഹാറ്റ് കൊടുക്കുന്നു, രണ്ടാമത്തെ ആൾ അയാളുടെ ഹാറ്റ് നമ്പർ 2 കൊടുക്കുന്നു, മൂന്നാമത്തെ അയാളുടെ ഹാറ്റ് കൊടുക്കുന്നു, നാലാമത്തെ ആൾ അയാളുടെ ഹാറ്റ് കൊടുക്കുന്നു, അഞ്ചാമത്തെ ആൾ അയാളുടെ ഹാറ്റ് കൊടുക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ റാൻഡമൈസേഷൻ ഉപയോഗിച്ചിട്ട് അത് ലിസ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ കൊടുത്ത ആളല്ല നമുക്ക് തിരിച്ചു തരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ആ ലിസ്റ്റിനെ എന്ത് ചെയ്യുന്നു? റാൻഡം നമ്പർ ഉപയോഗിച്ചിട്ട്, റാൻഡം ജനറേറ്റർ ഉപയോഗിച്ചിട്ട് ഈ ലിസ്റ്റിനെ 1 മുതൽ 5 വരെയുള്ള ഒരു റാൻഡം ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് റാൻഡമൈസ് ചെയ്യുന്നു. അപ്പം നമ്മൾ നോക്കുമ്പം തിരിച്ച് നമുക്ക് റിട്ടേൺ ചെയ്യുന്ന ഹാൻഡ് ചെക്ക് പേഴ്സൺ ഒന്നാമത്തെ ആൾക്ക് റിട്ടേൺ ചെയ്യുന്ന മൂന്നാമത്തെ ഹാറ്റാണ്, രണ്ടാമത്തെ ആൾക്ക് റിട്ടേൺ ചെയ്യുന്ന ഒന്നാമത്തെ ആളുടെ ഹാറ്റാണ്, മൂന്നാമത്തെ ആൾക്ക് റിട്ടേൺ ചെയ്യുന്നത് അഞ്ചാമത്തെ ഹാറ്റാണ്, നാലാമത്തെ ആൾക്ക് റിട്ടേൺ ചെയ്യുന്ന രണ്ടാമത്തെ ആളുടെ ഹാറ്റ്, അഞ്ചാമത്തെ ആൾക്ക് റിട്ടേൺ ചെയ്യുന്നത് നാലാമത്തെ ഹാറ്റ്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്തു? എല്ലാവർക്കും ഇൻകറക്റ്റ് ആയിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. സോ അപ്പോൾ ഒരു പ്രാവശ്യം എക്സ്പെരിമെന്റ് ചെയ്തു, അപ്പം നമുക്ക് എത്ര കറക്റ്റ് ആയെന്ന് നോക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഈ എക്സ്പെരിമെന്റേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 1,00,000 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് എത്ര പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യുന്നു? കറക്റ്റ് ആയിട്ട് കിട്ടുന്നു എന്നുള്ള കൗണ്ട്, ടോട്ടൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് കിട്ടുന്നു? ടോട്ടൽ കറക്റ്റ് ബൈ ടോട്ടൽ സിമുലേഷൻസ്. അതായിരിക്കും ഇത് കറക്റ്റായിട്ട് റിട്ടേൺ ചെയ്യാനുള്ള ചാൻസ്. ക്ലിയർ ആണോ? ടോട്ടൽ കറക്റ്റ് എത്ര പ്രാവശ്യം കറക്റ്റായിട്ട് കിട്ടുന്നു ബൈ ടോട്ടൽ നമ്പർ ഓഫ് സിമുലേഷൻസ്. ഓരോ എക്സ്പെരിമെന്റേഷനിലും ടോട്ടൽ, ഇപ്പം ഞാൻ ഈ കേസിൽ നമ്മൾ 1,00,000 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കറക്റ്റായിട്ട് കിട്ടി? ആ ഒരു കൗണ്ടിൽ നിന്നാണ് നമ്മൾ പറയുന്നത് എത്ര പ്രാവശ്യം നമുക്ക് കറക്റ്റായിട്ട് ഹാറ്റ് ഗെറ്റ് ചെയ്യാനുള്ള നമ്മുടെ ചാൻസ് എന്ന് പറയുന്നത്. സോ നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അൽഗോരിതമിക് സൊല്യൂഷൻ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നമ്പർ ഓഫ് സിമുലേഷൻസ് എത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുന്നു, ആ സ്റ്റാറ്റിസ്റ്റിക്കൽ റിലയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 1,00,000 പ്രാവശ്യം. ഇനി നമ്മൾ എത്ര ആൾക്കാരാണ് പാർട്ടിക്ക് കയറുന്നത്, അതിന് വേണ്ടിയിട്ട് n എന്ന് പറയുന്ന ഒരു വേരിയബിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓരോ പേഴ്സണിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലിസ്റ്റ് ഓഫ് ഹാറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ലിസ്റ്റിനെ നമ്മൾ ഷഫിൾ ചെയ്യുന്നു. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഷഫിൾ ചെയ്യാൻ കാരണം എന്താ? തിരിച്ച് നമുക്ക് റിട്ടേൺ ചെയ്യുന്ന ഹാറ്റ് ചെക്ക് പേഴ്സൺ നമ്മളെ അറിയത്തില്ല. സോ അയാൾ ഏതെങ്കിലും ഇല്ലേ റിട്ടേൺ ചെയ്യുന്നത്, ആ ഒരു റാൻഡംനെസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ലിസ്റ്റിനെ എന്ത് ചെയ്യുന്നു? ഷഫിൾ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നോക്കുന്നു നമ്മളുടെ ഒറിജിനൽ ലിസ്റ്റും റിട്ടേൺ ലിസ്റ്റും തമ്മിൽ എവിടെയൊക്കെ നമ്മൾ മാച്ച് ആവുന്നെന്ന് നോക്കുന്നു. അതാണ് നമ്മുടെ കൗണ്ട്. ആ കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ എക്സ്പെരിമെന്റിലും നമുക്ക് കിട്ടിയ കറക്റ്റ് മാച്ചുകൾ നമ്മൾ കറക്റ്റ് മാച്ചസിലോട്ട് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് കറക്റ്റ് മാച്ചസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സിമുലേഷൻസ് എടുക്കുന്നു. ദാറ്റ് വിൽ ഗെറ്റ് ദ ആവറേജ് റിസൾട്ട്. അപ്പം നമുക്ക് പറയാം ആവറേജ് ഏകദേശം ഇത്ര പേർക്ക് കറക്റ്റായിട്ട് അവരവരുടെ ഹാറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. ഇനി നമുക്ക് പ്രോഗ്രാമിലോട്ട് നോക്കാം. ഇവിടെ പ്രോഗ്രാമിൽ നമ്മൾ ഇവിടെ എക്സാമ്പിൾ യൂസേജ് എഴുതിയതിൻ്റെ തൊട്ട് താഴെ നമ്മൾ പാർട്ടിക്ക് പോകുന്ന ആൾക്കാരുടെ നമ്പർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 10 ആൾക്കാർ പോകുന്നു. ഇനി നമുക്ക് ഈ എക്സ്പെരിമെന്റേഷൻ റിപ്പീറ്റ് ചെയ്യേണ്ടത് 1,00,000 പ്രാവശ്യം. ഓക്കെ, നമ്പർ ഓഫ് സിമുലേഷൻസ്. എന്നിട്ട് നമ്മൾ സിമുലേറ്റ് ഹാറ്റ് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ആ ഫംഗ്ഷനിലോട്ട് നമ്മൾ 10 എന്നും നമ്പർ ഓഫ് സിമുലേഷൻസും പാസ് ചെയ്യുന്നു. അതിവിടെ വരുന്നു. ഇവിടെ വരുമ്പോൾ ഇനീഷ്യലി ടോട്ടൽ കറക്റ്റ് എന്താക്കി സെറ്റ് ചെയ്യുന്നു? 0 ആക്കി സെറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഒന്നാമത്തെ എക്സ്പെരിമെന്റേഷൻ സെറ്റ് ചെയ്യുകയാണ്. ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? റേഞ്ച് n എന്ന് കൊടുക്കുന്നു. റേഞ്ച് n എന്ന് പറയുമ്പം നമ്മുടെ എന്നിൻ്റെ വാല്യൂ 10 ആണ്. അപ്പോൾ 0 മുതൽ 9 വരെയുള്ള വാല്യൂസ് ഇവിടെ വരും. 0, 1, 2, 3 അപ് ടു 9 വരെയുള്ള വാല്യൂസ് വരുന്നു. ആ ലിസ്റ്റ്, ആ ഹാറ്റ്സ് എന്ന് പറയുന്ന ലിസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷഫിൾ ചെയ്യുന്നു. ഓക്കെ, യൂസിങ് റാൻഡം ഡോട്ട് ഷഫിൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച്. അപ്പോൾ 0 മുതൽ 9 വരെയുള്ള നമ്പർ ഷഫിൾഡ് ആയി വരും. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കളക്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഷഫിൾഡ് ആയിട്ടുള്ള ഒരു ഹാറ്റ് ആയിരിക്കുമല്ലോ.
നമ്മുടെ ഒറിജിനൽ തന്നെ റിട്ടേൺ ഇല്ലല്ലോ രണ്ടാമത്തെ ആൾ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുന്നു എത്ര പ്രാവശ്യം കറക്റ്റ് ആയിട്ട് കിട്ടുന്നു ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഫോർ ജെ ഇൻ റേഞ്ച് n എടുക്കുന്നു, n എന്ന് പറഞ്ഞാൽ 0 മുതൽ 9 വരെയുള്ള എടുക്കുന്നു. എന്നിട്ട് നമ്മൾ നോക്കുന്നു ഹാറ്റ്സ് ഓഫ് ജെയിൽ. ഓക്കെ, ഹാറ്റ്സ് ഓഫ് ജെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷഫിൾഡ് ലിസ്റ്റ് ആണ് ഹാറ്റ്സിൽ ഉണ്ടാവുക. ആ ഹാറ്റ്സ് ഓഫ് ജെയും നമ്മുടെ ഒറിജിനൽ നമ്പർ ആയിട്ടുള്ള 0യും ഇത് ഓർഡറിലായിരിക്കുമല്ലോ വരുന്നത്. ദാറ്റ് ഈസ് ഈ ജെ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ ലിസ്റ്റ് 0 മുതൽ 9 വരെയുള്ള ഓർഡർ നമ്മൾ കൊടുക്കുന്ന ലിസ്റ്റ്. ഇപ്പുറത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഫിൾഡ് ലിസ്റ്റ്. ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് വരുന്നത് എവിടെയാണെന്ന് നോക്കുന്നു. അങ്ങനെ വരുന്നു. അപ്പം 0 വന്ന ആൾക്ക് എന്ന് വെച്ചാൽ ഇതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇവിടെ നമ്മുടെ ലിസ്റ്റ് ഇത് 1 2 3 4 5, നമ്മുടെ ഷഫിൾഡ് ലിസ്റ്റ് ഇത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒറിജിനൽ ലിസ്റ്റിൽ ഓർഡറിലുള്ള ലിസ്റ്റും ഇവിടെ നമ്മുടെ ഷഫിൾഡ് ലിസ്റ്റ് ഇത് 1 by 1 എവിടെ മാച്ചായി വരുന്നു എന്ന് നോക്കുന്നു. അതാണ് അവിടെ ചെയ്യുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് എവിടെ മാച്ചായിട്ട് വരുന്നു എന്ന് നോക്കുന്നു. ആ മാച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് കൗണ്ട് എന്ത് ചെയ്യുന്നു, ഒന്ന് കൂട്ടുന്നു. കറക്റ്റ് +1 കൂട്ടുന്നു. ഓക്കെ, ആ ക്ലിയർ ആണല്ലോ. എന്നിട്ട് നമ്മൾ ഈ എക്സ്പെരിമെന്റേഷൻ, ഒന്നാമത്തെ എക്സ്പെരിമെന്റേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ടോട്ടൽ കറക്റ്റിലോട്ട് ഈ കറക്റ്റ് കൗണ്ട് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു, എക്സ്പെരിമെന്റേഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ എന്ന് പറയുന്ന ടോട്ടൽ കറക്റ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സിമുലേഷൻസ്. ഇതാണ് നമ്മളുടെ ഹാറ്റ് പ്രോബ്ലം. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ റാൻഡമൈസേഷൻ അപ്രോച്ച് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമുക്കിവിടെ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി റാൻഡം എന്ന് പറയുന്ന പാക്കേജിനെ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റാൻഡമൈസ് അപ്രോച്ച് എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് സൊല്യൂഷൻ നമ്മളുടെ കയ്യിൽ അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻസിലാണ്. അപ്പോൾ ഇവിടെ ഒരു റാൻഡംനെസ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറേ ട്രയൽസ് നടത്തിയതിന് ശേഷമാണ് നമ്മൾ തീരുമാനിക്കുന്നത് എത്ര പേർക്ക് കറക്റ്റായിട്ട് അവരവരുടെ ഹാറ്റ് കിട്ടി എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.